വടകര തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല ഭയങ്കര മത്സരം, വാശിയേറിയ മത്സരം. ആർക്കാ സാധ്യത? ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് സമാസമം നിൽക്കുന്നത്. വടകര ടീച്ചറേ ജയിക്കൂ, അത്രേ പറയാനുള്ളൂ. ഷാഫി ചെല്ലുന്നിടത്തെല്ലാം വലിയ ആളാണല്ലോ. അതൊന്നും നോക്കണ്ട, അത് തൽക്കാലത്തേക്ക് കേൾക്കുന്ന ഒരു സിനിമാ നടൻ വരുന്നതിനോട് പോയി കാണുന്ന ഒരു മൂടെ ഉണ്ടാവും. ജയം ടീച്ചർക്ക് തന്നെയാണ്. ഇവിടെ ടീച്ചർ ഷാഫിക്ക് വലിയ ആൾക്കൂട്ടമാണല്ലോ. ആൾക്കൂട്ടം കണ്ട് വോട്ടാവൂലോ, ടീച്ചർ ജയിച്ചിരിക്കും. വടകര എല്ലാരും ഒരുപോലെയല്ലേ, എല്ലാരും ഒരുപോലെയല്ലേ. പിന്നെ ടീച്ചറായാലും ഷാഫിയായാലും എല്ലാം ഒരേ തരത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. ആയാലും ഉമ്മക്ക് ഒരുപോലെ, പിന്നെ വലിയ ഗുണമൊന്നുമില്ല. ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ടീച്ചർ ജയിക്കും, ടീച്ചർ ജയിച്ചു. ഇടയ്ക്ക് ചർച്ചയായ വിഷയങ്ങളൊക്കെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ചർച്ചയായ വിഷയങ്ങൾ എന്താ എല്ലാം കളത്തിലെല്ലാം പറഞ്ഞ് ഇതാക്കിയല്ലേ. വേറെ ഷാഫി പറമ്പി. ഇയാൾക്ക് വോട്ടുണ്ട്. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ട് ഷാഫിനെ ഷാഫി ജയിക്കൂ. എന്താ അങ്ങനെ തോന്നിയത്? അത് എല്ലാരും കുട്ടികളെല്ലാം റെഡിയാ. കുട്ടികളെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങനെയാണോ? ഷാഫി ജയിക്കോ? ഷാഫി ജയിച്ചു, ഉറപ്പിച്ചങ്ങള്. അതിനൊരു സംശയമില്ല. അതങ്ങനെയാ. എന്താ ഇത്ര ഉറപ്പ്? അതെന്താ വെച്ചാല് ദേശീയ തലത്തില് രാഷ്ട്രീയ ലോകസഭാ തെരഞ്ഞെടുപ്പാ. ആളുകൾ വിഡ്ഢികളൊന്നുമല്ല, ആളുകൾ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യൂ. ശ്രദ്ധിച്ച് വോട്ട് ചെയ്യാൻ വെച്ചാൽ വെറുതെ നമ്മള് കണ്ണൂർ പോണ്ട ആള് കോഴിക്കോട്ട് പോയിട്ട് കണ്ണൂർ പോണ്ടാലോ, നേരകം ചെയ്തേച്ചാ പോരെ. മാത്രമല്ല ഇന്ത്യയുടെ പാരമ്പര്യം, നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യം എന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്താ ഉണ്ടോ ഇന്ത്യയില്? 10-20 കൊല്ലക്കാലം ഭരിച്ചിട്ട് മോദി ഇതെന്തെങ്കിലും ഒരു ദിവസം കൊണ്ട് ജീവിച്ചോ? ഇത്രയും കാലം ഈ രാജ്യത്തിന് വളർത്തിയെടുത്തില്ലേ? 33 കോടി ജനങ്ങളെ കൊണ്ട് സ്വാതന്ത്ര്യമാകും ഇന്ത്യയിൽ എന്താ ഉണ്ടായിരുന്നു? 500 കിലോമീറ്റർ റെയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യന്റെ പുരോഗതി എന്താ? വേറെ ആരോടെ ഭരിച്ച്? അതുകൊണ്ട് കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും. പ്രസംഗം നിർത്തിക്കാൻ അതെന്താന്ന് പറയാ. ശൈലജ ജയിക്കും. ഷാഫി ചെല്ലുന്നിടത്തെല്ലാം വലിയ ആളാന്നൊക്കെ പറയുന്നല്ലോ. ഷാഫി ചെല്ലുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടമാണല്ലോ. ആക്കെ വെറുതെ പറയേ. അതൊന്നും കാര്യമില്ലല്ലേ. കോൺഗ്രസ് അല്ല 60 കൊല്ലം ഭരിച്ചിരുന്നു. എന്ത് കേട്ടോണ്ടായി? ടീച്ചർ ജയിക്കും. അടിയന്തരാവസ്ഥയൊക്കെ വെച്ച് ജനങ്ങളെല്ലാം ഒന്ന് ഉരുട്ടിക്കൊന്നല്ലേനോ. ടീച്ചർ ജയിക്കും. ടീച്ചർ ജയിക്കും, ജയിക്കട്ടെ. ഒന്നും പറയാൻ പറ്റില്ല. വലിയ വാശിയേറിയ മത്സരം അല്ലേ? ഇപ്പോ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായിട്ട് മാറി. അതെ അതെ, വടകര. ഷാഫി എന്താ? ഷാഫി കേരളത്തിലെ ഭരണ അവധാനം, കേന്ദ്രത്തിലെ ഭരണ അവധാനം. അതുകൊണ്ട് രണ്ടിടത്ത് ഇവിടെ ഷാഫിയും ജയിക്കുള്ളൂ. ടീച്ചർക്ക് വലിയ ആളല്ലേ? ടീച്ചർ ഊതി പെറുവി മാത്രമേ ഉള്ളൂ. ഷാഫിയെ ജയിക്കാം. ഇവിടെ ഷാഫിയാന്നാ തോന്നുന്നു. എന്തുകൊണ്ടാ അങ്ങനെയാന്ന്. ആരായിരിക്കും? ഷാഫി 100%. 1 ലക്ഷം വോട്ടിന് ജയിക്കും. ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോ ചെയ്ത കാര്യങ്ങൾ ആരോഗ്യമന്ത്രി അത് പണ്ടല്ലേ. ചെയ്യേണ്ടതാ. അത് പണ്ടല്ലേ, നിയമസഭയല്ലേ, ഇത് പാർലമെന്റല്ലേ. ആർക്കാ സാധ്യത? LDF-നാ സാധ്യത. ആർക്കാ സാധ്യത തെരഞ്ഞെടുപ്പിന്? ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ എന്താ ടീച്ചറിന് സാധ്യത പറയുന്നത്? ശൈലജ ടീച്ചർ കോവിഡ് കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ലൊരു ടീച്ചറാണ്. 100% ഉറപ്പാണ് ടീച്ചർ ജയിക്കും. ആർക്കാ? ടൈറ്റ് മത്സരമാണ്. സെലക്ഷൻ പ്രതീക്ഷിക്കാൻ വിചാരിക്കാം.